ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് റാപ്പിഡ് സ്ലീവ് വെച്ചിട്ടുള്ള ഒരു മിഡീൻ്റെ ടോപ്പാണ് അടിക്കുന്നത്. അപ്പോൾ അളവിന് തന്നിട്ടുള്ളതുമ്പോൾ നമ്മൾ വീതിയും നീളമൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യൽ തുമ്പടക്കം 11.5 ഇഞ്ചാണ് വീതി, 16 ഇഞ്ചാണ് നീളം. തയ്യൽ തുമ്പടക്കമാണ്. നമ്മൾ അത് കണക്കാക്കിയിട്ട് ലൈനിങ്ങിലാണ് നമ്മളത് വെട്ടുന്നത്, നല്ല പീസിലല്ല. തുണീനെ അളവ് വെച്ചിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആ അളവ് ക്ലിയർ ആക്കിയ ശേഷം ആ പീസ് മാത്രം വെട്ടിയെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അളവുകൾ അടയാളപ്പെടുത്തണം. വീതി നീളം മാത്രമേ നമ്മൾ അതിന് എടുക്കണുള്ളൂ. ടോപ്പ് നമ്മൾ വേറെ മോഡലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഷോൾഡറാണ് എടുക്കുന്നത്. 6.25 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതേ 6.25 നമ്മൾ ആം ഹോളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മളൊരു 3.5 ഇഞ്ച് ആം ഹോളിൻ്റെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതേമാതിരി കഴുത്തകലം 4 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയോടെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴുത്തിന് പകരം ഒരു ചെറിയ പീസ് സ്ട്രാപ്പും വെക്കുന്നുണ്ട്. പിന്നെ ഞെറി വിട്ടുകൊണ്ട് ഒരു കയ്യും വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വരയിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് താഴത്തേക്ക് അടയാളപ്പെടുത്തിയിട്ട് ചെറിയൊരു കർവ് വരച്ചു കൊടുക്കുകയാണ്. നമ്മൾ കഴുത്തിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരച്ചു കൊടുക്കുന്നത്. മുൻപീസിൽ മാത്രമേ നമ്മളങ്ങനെ ചെയ്യുന്നുള്ളൂ. ബാക്ക് പീസ് ആ 3.5 തന്നെയാണ്. പിന്നെ ഇതേപോലെ നമ്മൾ ആം ഹോളും അടയാളപ്പെടുത്തിയെടുക്കുന്നുണ്ട്. നമുക്കത് കട്ട് ചെയ്തെടുക്കണം. കഴുത്ത് നമ്മളൊന്നും കൂടി വൈഡായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി താത്തിയെടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ ഇറക്കപ്പം മൊത്തം കിട്ടിയിരിക്കുന്നത് 3.5, 2, 5.5 നമ്മൾ ആ 3.5 താഴത്തേക്കുള്ള ആം ഹോളിൻ്റെ വശത്തേക്ക് ചെറുതായിട്ടൊന്ന് കർവ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാക്ക് പീസാണ് ആദ്യം തന്നെ വെട്ടിയെടുക്കുന്നത്. കഴുത്തകലത്തിൻ്റെ അവിടെ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാക്ക് പീസ് മാറ്റി വെച്ചതിന് ശേഷം മുൻ പീസിന് ഇതേപോലെ ആ കഴുത്തിൻ്റെ ഷേപ്പും കൂടെ എടുക്കുന്നുണ്ട്. നമ്മൾ ടോപ്പിന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഇറക്കത്തിൻ്റെ അവിടെ മേലേക്ക് 1 ഇഞ്ച് ചരിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. നമുക്ക് സ്ലീവും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നല്ല പീസിക്ക് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്ത് ലൈനിങ് പീസ് വെച്ചിട്ടുണ്ട്. ലൈനിങ് പീസിൽ നമ്മൾ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇവിടെ സ്കാലപ്പ് വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് മടക്കി അടിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ലൈനിങ് മാത്രം മടക്കിയിട്ടിട്ട് നമ്മളിതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. മുൻ പീസ് മാത്രമാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. നമ്മൾ ആ വരച്ച വരയിൽ കൂടെ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ബീഡ്സ് വർക്കൊക്കെ ഉള്ളത് കാരണം തന്നെ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. മുൻ പീസിൽ മാത്രമുള്ള ഇതുപോലെ വർക്ക്, ബാക്ക് പീസിൽ വർക്ക് കുറവാണ്. അപ്പോൾ ബാക്ക് പീസ് നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ബാക്ക് പീസും മുൻ പീസും നമ്മൾ നല്ല പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ കൂടെ. നമുക്ക് സ്ലീവിനുള്ളത് എടുക്കണം. അതേപോലെ 2 പീസാണ് നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതുപോലെ 2 നൂലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. ലൈനിങ് പീസ് അടിയിൽ വെച്ചിട്ട് നല്ല പീസ് ചീത്തവശം മുകളിലേക്കാക്കി ഇതുപോലെ വെച്ചിട്ട് നമ്മൾ അടയാളം ഇട്ട് കൊടുക്കുന്നുണ്ട് എവിടെയാണോ ഇത് വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നൂല് വെക്കാനുള്ള 2 ഇഞ്ച് ഗ്യാപ്പാക്കിയിട്ട് ഒരു 3 ഇഞ്ച് അകലത്തിലാണ് നമ്മൾ കൈ വെച്ച് കൊടുക്കുന്നത്. കയ്യിൽ നിന്ന് ഇതുപോലെ ഞെറി വിട്ടെടുത്ത് തുണി അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞെറിവ് കഴിഞ്ഞിട്ട് ഒരു 1.5 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ നൂല് വെച്ച് കൊടുക്കുന്നത്. നൂലും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ കഴുത്തിന് നമുക്ക് ക്യാൻവാസ് ഒന്നും വെക്കാൻ പറ്റില്ല. 2 സൈഡിലും ഇതേപോലെ തന്നെ നമ്മൾ വെച്ചെടുക്കുകയാണ്. തയ്യൽ തുമ്പ് കുറച്ച് മാത്രം പുറത്തേക്കാക്കിയിട്ട് നമ്മളിതേപോലെ അളവ് വരച്ച് അവിടെ നിന്ന് അടയാളപ്പെടുത്തി വെച്ച് കൊടുക്കണം. കൃത്യം 3 ആവണം നമ്മൾ ആ ഞെറിവിട്ട് ഇത് കിട്ടേണ്ടത്. ആ പീസിൻ്റെ ലെങ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കുക. വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 8 അതിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോയി കഴിഞ്ഞാൽ ബാക്കി 7 അതേപോലെ തന്നെ ആ നൂലിൻ്റെ നീളവും 8 നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതുപോലെ വെച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു പതിച്ചടി കൊടുത്തെടുക്കുന്നുണ്ട്. ബാക്ക് പീസ് നമ്മൾ അതേപോലെ തന്നെ അടിച്ചെടുക്കുകയാണ്. മുൻ പീസിൻ്റെ കൈയിൻ്റെ ഒരു വശം ഇതേപോലെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് നമ്മൾ ബാക്ക് പീസിലും വെച്ച് കൊടുക്കുകയാണ്. ആ ഞെറിവ് ഉള്ളിൽ കൂടി കിടക്കാതെ ശരിക്കും പോലെ വെച്ചിട്ട് വേണം അടിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ കൈ ഇടുമ്പോൾ ഒരു വശം വലിഞ്ഞിരിക്കും. നമ്മൾ നൂലും കൂടി അതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. മുന്നും ബാക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ നൂല് വെച്ചിരിക്കുന്നത് 1.5 ഇഞ്ചിൽ ക്രോസ് കട്ടിങ് ചെയ്തിട്ട് അത് അടിച്ച് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല ഉരുണ്ടിട്ടുള്ള നൂല് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പീസ് എടുത്ത് മടക്കി അടിച്ചാൽ പതിഞ്ഞ് കിടക്കുള്ളൂ. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മളിങ്ങനെ ചെയ്യുന്നതാണ്. തയ്യൽ തുമ്പ് കൂടിപ്പോയാൽ പിന്നെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ തിരിച്ചിടുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് തയ്യൽ തുമ്പ് കറക്റ്റാക്കി വെച്ച് കൊടുക്കുന്നത്.
തിരിച്ചിട്ടിട്ട് നമ്മളിതുപോലെ പതിച്ചടി കൊടുക്കുന്നുണ്ട്. നമുക്ക് അടിയൊന്ന് മടക്കി അടിക്കണം ബാക്ക് പീസിൽ. ഈ സൈഡ് കൂട്ടി കൊടുക്കണം. കല്ലായതുകൊണ്ട് തന്നെ സൈഡ് അടിച്ചെടുക്കാൻ നല്ല ഗതികേടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കൊടുക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോഴത്തെ മിഡി ടോപ്പിന് ട്രെൻഡിങ് ആയിട്ട്